ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 16 റിലീസിന് എത്തുമ്പോൾ എന്നോടൊപ്പം ജയ് വിഷ്ണു ആൻഡ് ഷറഫുദ്ദീൻ രണ്ടുപേരും ശരിയാണ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ടോണി ജോസാലൂല ഫ്രം മെക്സിക്കോ. ലോജിക് ഒക്കെ തലച്ചോറ് പുറത്ത് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ കയറിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൊഡ്യൂസർ നമ്മളൊന്നും തടഞ്ഞു നിർത്തുന്നില്ല. ഞാൻ 10 പേര് നമ്മളടിക്കാൻ വരും, നമ്മൾ കുഴപ്പമില്ല 100 പേര് വന്നോട്ടാ. എനിക്കൊരു ഫ്രീഡം ഉണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്ന ഒരുത്തനാണ്. കോടി ക്ലബ്ബ് ഇപ്പൊ നിലവിൽ കാണുന്നില്ല, പിന്നെ ഇവനൊക്കെ ഇടയ്ക്ക് വന്നിട്ട് എന്റെ ചെവിയിൽ ഓരോന്നൊക്കെ പറയുമ്പോൾ ഞാൻ മഴക്കെതിരെ ഒരു കവിത എഴുതിയാലോ ഞാൻ നിൽക്കുകയാണ്. ഇതിൽ ചേരില്ല. അപ്പൊ ആ പ്രത്യേകത ഈ പടത്തിനുള്ളത് തന്നെയാണ് ഈ പടത്തിന്റെ അഡ്വാൻറ്റേജ്. എങ്ങനെയുണ്ട് എന്റെ ഉത്തരം? മെയിനായിട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ലെവല് മാറി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇന്റർവ്യൂ യൂസ് ചെയ്യാറുള്ളത്. ദി പെറ്റ് ഡിറ്റക്റ്റീവ് ഒക്ടോബർ 16 റിലീസിന് എത്തുമ്പോൾ എന്നോടൊപ്പം ജയ് വിഷ്ണു ആൻഡ് ഷറഫുദ്ദീൻ രണ്ടുപേരും ശരിയാണ്. നമസ്കാരം ഗൈസ്. ഹൈ വെൽക്കം ടു ന്യൂസ് 18. ആൻഡ് അവസാന ലാപ്പിലേക്ക് കിടക്കാണല്ലേ നിങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്? എങ്ങനെയുണ്ട് നിലവിലത്തെ സ്റ്റേജ് ആസ് പ്രൊഡ്യൂസർ? പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അത് ആ ഷൂട്ടിംഗ് ടൈമിലായിരിക്കും കുറച്ചും കൂടി എന്താ പറയാ, നെഞ്ചിടിപ്പ് കൂടുക, നെഞ്ചിരിപ്പുണ്ട്. എനിക്ക് അതിപ്പോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും നെഞ്ചിരിപ്പുണ്ട്. റിലീസിന്റെ സമയത്തൊക്കെ ഞാൻ മറ്റേ പണ്ട് ഞാൻ പറയാം, എനിക്ക് ബേസിക്കലി ആങ്സൈറ്റി ഉണ്ട്. അപ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ലൈഫിലെ പല ഇവൻറ്റുകളെയും എൻ്റെ ആങ്സൈറ്റി കൊണ്ട് ഞാൻ പ്രശ്നത്തിലായിട്ടുണ്ട്. എക്സാമുകൾ, പിന്നെന്താ, ഞാൻ വലിയ വലിയ മനുഷ്യരെ മീറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയില്ലേ നാളെ കോളേജ് ടൂർ പോകുന്ന ദിവസമാണെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങില്ല. എനിക്കത് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ റിലീസിൻ്റെ കാര്യത്തിലും. ഈ ഒരിക്കൽ മമ്മൂക്ക പ്രിയനോട്ടത്തിൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂക്ക വന്നപ്പോൾ, മമ്മൂക്ക നാളെ വരികയാണെന്ന് എനിക്കറിയാം. ആ സിനിമയിൽ ഒരു ചെറിയ ഒരു ഹാഫ് ഡേ ഷൂട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തലേ ദിവസം പോലെ അറിയാം ഇത്. അപ്പം മമ്മൂക്കനെ ഞാൻ ആദ്യമായിട്ടൊന്ന് ശരിക്കും നേരെ കാണുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ ഞാനിങ്ങനെ രാത്രി ഉറക്കമില്ല, എനിക്ക് ഉറക്കം പോയി 12 മണി, 1 മണി, 2 മണി, 3 മണി, 6 മണിക്കൊരു മനുഷ്യന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. വെളുപ്പിന് 6 മണിയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു 8 മണി 7 മണി ആയിരുന്ന സമയത്ത് ഞാൻ ഒരു 1.5 മണിക്കൂർ ഉറങ്ങി. ഒരു കാര്യമില്ലല്ലോ, അപ്പം തന്നെ പോകണം സെറ്റിലേക്ക്. ഞാൻ പോയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര ഇതായിട്ട് ആ ഫോട്ടോ ഒക്കെ കണ്ടറിയാം മമ്മൂക്കയുടെ കൂട്ടമെടുത്ത്. ഇത് പല സന്ദർഭങ്ങളിലും എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഇത് ഉണ്ടാവും. അതിപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്നത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇത്തവണ കഴിഞ്ഞ് ഞാൻ പറയാം. കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാനിവനും കുറച്ച് കാലമായിട്ട് മധുരമനോഹരമോഹത്തിന്റെ പേരിൽ ഒന്ന് അങ്ങനെ കണ്ടല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഞങ്ങൾ കുറെ വേറെ ഒരു സിനിമകളിലൊക്കെ വെച്ചിട്ടും ചർച്ചകളൊക്കെ ആയിട്ട് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അതിന് മധുരമനോഹരമോഹത്തിന്റെ കാര്യം കോമഡി. മധുരമനോഹരമോഹം ഇവൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, ഞാൻ തന്നെ എഴുതിയതാണ്, പക്ഷെ ഇതിങ്ങനെ ഒരു സംഭവമാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക്, അപ്പോൾ അത് വേറൊരു ആർട്ടിസ്റ്റ് നോ പറയോ ഇല്ലേ എന്നുള്ള കണ്ടീഷനിലോ അങ്ങനെ അല്ല ഫസ്റ്റ് അല്ല, വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, വേറെ ഏതോ ഒരു ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ സൗഹൃദത്തിൽ പുള്ളിക്കറിയാം എൻ്റെ ഒരു കഥയുണ്ട്. അത് ഇവർ ആ സിനിമ ചെയ്യാൻ നടക്കുമെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്കതിൽ അത് ഓൾറെഡി വേറെ വഴിക്ക് പോയേക്കുന്നതാണ്. അപ്പൊ അതിൽ പിടുത്തമല്ല. പക്ഷെ എപ്പോഴും ആ ആർട്ടിസ്റ്റ് ഇങ്ങനെ പുള്ളിയുടെ ഡേറ്റോ എന്തോ സീനൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് അതിലേക്ക് പറയുന്നത്. ഓരോ ദിവസം ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ആ ആർട്ടിസ്റ്റ് കംപ്ലീറ്റ്ലി എന്താ പറയാ ഇതായി, ഞങ്ങൾ കഥ പറയട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ കഥ എനിക്കറിയില്ല. ആ സ്പോട്ടിൽ ഞാൻ ചെന്നൈയിലാണ്. ഞാൻ അപ്പം തന്നെ ഒട്ടും വൈകണ്ട, വൈകുന്നേരത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ സ്റ്റെഫിക്കും വിഷ്ണുവിനും അപ്പം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇട്ടു. അത് ഇനി അവർ കൊച്ചിയിലിരുത്തി കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോകും. അപ്പം തന്നെ ഞാൻ ടിക്കറ്റ് ഇട്ട് നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. നേരെ ചെന്നൈയിൽ വന്നു, കഥ പറഞ്ഞു. അന്നത്തെ ദിവസം അവിടെ കഥ പറഞ്ഞു. ഓക്കെ, എല്ലാം കൈ കൊടുത്ത് പിരിഞ്ഞ്. അപ്പം തന്നെ ഞാൻ അത് പിടിച്ചു. ഇല്ല, ഇപ്പം മധുരമനോഹരമോ ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ പോസ്റ്റേഴ്സിൽ കാണുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത് ഷറഫ് ലീഡ് ചെയ്യുന്നു ഒരു സിനിമ. തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് റജീഷയുടെ ഒരു ചുറ്റിൽ, റജീഷ ഭൂമിയെങ്കിൽ സൂര്യനെ പോലെ തോന്നിയത്. ഞാൻ ചോദിക്കുന്നത്, ഷറഫ് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു നായകൻ എന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കാറില്ല. ഇപ്പോൾ ഈ 2025 തന്നെ ഇപ്പോൾ പടക്കളം ആണ് എല്ലാവരും സംസാരിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഹോൾഡ് ചെയ്ത മറ്റൊരു സിനിമയാണ് ഞാൻ ഷറഫും വിനയ് ഫോർട്ടും കൂടെ അഭിനയിച്ച സംശയം. മാൻ, ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ പാക്ഡ് ഓഡിയൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഐ ലവ് ദാറ്റ് ഫിലിം. അത് വീണ്ടും ആളുകളിലേക്ക് എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സിമ്പിൾ പ്ലോട്ടാണ്. നിങ്ങൾ 4 പേരും ഇൻക്ലൂഡിങ് യുവർ വൈഫ് ക്യാരക്ടർ ആയാലും ഭയങ്കര രസമായിട്ട് അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ സിനിമകൾ സംസാരിക്കപ്പെടാത്തതിൽ വിഷമമുണ്ടോ? അതിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ? അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, OTT വന്നതിന് ശേഷം
അത് എന്താ പറയുക, അത് കുറച്ചും കൂടി ആൾക്കാർ കണ്ടു, ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പ്രിയനോട്ടത്തിൽ ഇതിനേക്കാളൊക്കെ വലിയ ഇതാണ് പ്രിയനോട്ടത്തിൽ എന്ന് വെച്ചാൽ പ്രിയനോട്ടത്തിൽ തിയേറ്ററിൽ ഒരു രീതിയിലും മുന്നോട്ട് പോയില്ല. പക്ഷേ TV പ്ലാറ്റ്ഫോമിലെത്തി എല്ലാവരും കണ്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ സങ്കടമുണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് തിയേറ്ററിൽ വർക്കായാൽ മാത്രമാണ് എനിക്ക് കുറച്ചും കൂടി നല്ല സിനിമകൾ എൻ്റെ അടുത്തേക്കും വരുള്ളൂ, എനിക്കത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ബഡ്ജറ്റ് ഒരു വലിയ ഇഷ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷറഫുദ്ദീനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ഇത്ര രൂപ ചിലവാക്കാൻ പറ്റും എന്നുള്ള ഒരു റിയാലിറ്റി. അത് ഷറഫുദ്ദീൻ എന്നല്ല, എല്ലാ നടന്മാർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്. പടക്കളം കഴിഞ്ഞിട്ടും അതിൽ മാറ്റമൊന്നും ഇല്ലെന്നാണോ? അങ്ങനെയല്ല, ഞാൻ പടക്കളം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ പടക്കളം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ സിനിമകൾ വരുന്നുണ്ട്, ഹീറോ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിലെല്ലാം പതുക്കെ മേലേക്ക് വരുന്നുള്ളൂ. അപ്പം പതുക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു ബഡാ ഹിറ്റ് നമ്മുടെ കരിയറിൽ അങ്ങനെ ഇതായിട്ടില്ല. പടക്കളം ഉണ്ടെങ്കിൽ പോലും പടക്കളവും തിയേറ്ററിനേക്കാൾ കൂടുതൽ OTT-ൽ ആണ് കൂടുതൽ ഹിറ്റായെന്നുള്ള ഒരു റിയാലിറ്റിയാണ്. അപ്പം ഈ ഓഡിയൻസ് എന്നാണോ എൻ്റെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്നത് അന്നാണ്ടിരിക്കും എനിക്ക് ചിലപ്പോൾ ഒരു പോയിന്റ് എൻ്റെ കരിയർ ഒന്ന് മാറി, എനിക്കൊരു നല്ല സിനിമ ഓക്കെ ഇനി മുതൽ ഈ ടൈപ്പ് സിനിമകൾ എടുക്കാം എന്ന് പറയുന്ന ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുന്ന അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നതേ ഈ പ്ലാൻ ഞാൻ കേട്ടത് 2020 തൊട്ട് പറ്റിയിട്ട് സംശയങ്ങളുണ്ട്, ഐ മീൻ ചർച്ചകളുണ്ടായിരുന്നതാണ്. ഈ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ 2020 തൊട്ടുണ്ടോ? പ്രൊഡക്ഷൻ അതിന് മുമ്പ് അല്ലേ? ഞാൻ ആ പടം പ്രൊഡക്ഷനിൽ ഇറങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ചവിട്ടെന്ന് പറഞ്ഞൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ അത് ആർട്ടാണ്, ആർട്ട് ഹൗസ് അവാർഡ്സും ക്ലെയിം ചെയ്ത് പോയ സിനിമയാണ്, കുറെ അവാർഡുകളെല്ലാം കിട്ടിയ പടമാണ്. പക്ഷെ അത് ഞാൻ ആ സമയത്ത് ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ പ്രൊഡക്ഷൻ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഭയങ്കര ചെറിയ ബഡ്ജറ്റിൽ ഒരു കുഞ്ഞു പരിപാടിയായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത പടമാണ് ഇപ്പോൾ ഒരു വലിയ ബഡ്ജറ്റ് പടമായി മാറിയിരിക്കുന്നത്. ഈ പടത്തിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റ് ഞാൻ പുറത്തു പറയില്ല, കാരണം അവിടെ നിന്ന് ഈ പടം ഇപ്പോൾ എത്തിക്കുന്ന ബഡ്ജറ്റ് 10 times ബിഗർ ആണ്. അത് ആദ്യമേ ഉണ്ടായിരുന്ന പ്ലാനാണോ? അത് ഈ ഷിഫ്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇത് എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം പിന്നെ ഞാൻ ടെക്നീഷ്യൻസിനെയും എനിക്ക് ഓക്കെ എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യണം. എന്നാൽ പിന്നെ ഓക്കെ നല്ലൊരു വൈബ് ടീമും അതിനനുസരിച്ചുള്ള ഐഡിയ വേണമെന്ന് പറയുമ്പോൾ ഈ ടീം വരുമ്പോൾ ടീം വെറുതെ വരില്ല, ടീം നല്ല ഐഡിയ ആയിട്ടേ വരുള്ളൂ. ഐഡിയക്ക് നല്ല ചെലവുണ്ട് അല്ലേ? അത് ക്യാമറ തൊട്ട് ലെൻസ്, അതെ ലെൻസൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് പാക്കേജിൽ എടുത്താണ്. അതെ, അപ്പൊ ആ ലെൻസ് തന്നെ അങ്ങനെ വേറെ സെപ്പറേറ്റ് വേറെ സ്ഥലത്ത് നിന്ന് എടുത്ത ലെൻസാണ്. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ അതിനു മുമ്പത്തെ ഒരു സിനിമയുടെ അകത്തെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി 2 ദിവസം എടുത്ത ക്യാമറ, 2 ദിവസം മാത്രം ഉപയോഗിച്ച ക്യാമറ എന്ന് വെച്ചാൽ അത് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ആ ക്യാമറയാണ് ഞങ്ങൾ 90 ദിവസം 2 എണ്ണം യൂസ് ചെയ്തത്. അപ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്താണ് അതിന്റെ റിയാലിറ്റി എന്നുള്ളത്. അപ്പോൾ എല്ലാ ആസ്പെക്റ്റിലും അത് ആ ഒരു ക്വാളിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്റർടൈനർ പടത്തിനെ കൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഈ പടത്തിന് ഇത്രേ കാണാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്ര കാണുന്നിടത്ത് നമുക്ക് എവിടെയോ കിട്ടാനിരിക്കുന്ന ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രസം പോകുന്നുണ്ട്. അത് ഞാൻ ഇത്തവണ ആ റിസ്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടി ഈ പടം ഇങ്ങനെ കണ്ടാൽ എങ്ങനെയാണെന്നുള്ള ഒരു പ്രൊഡ്യൂസർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവിടെയാണ്. ഇപ്പം ഷറഫ് ചെയ്യുന്ന റോളുകൾ ഇപ്പം പറയുന്ന പോലെ ചൂസ് ചെയ്ത് പിക്ക് ചെയ്യുന്നതായിരിക്കണമെന്നില്ല. ഇപ്പൊ വരുന്നത് ചിലപ്പോൾ തേടിയെടുക്കുന്നതാണല്ലോ. ഇപ്പൊ പ്രൊഡ്യൂസർ ആകുമ്പോൾ നമുക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. എനിക്ക് കാണുന്ന ഒരു സിനിമ അല്ലെങ്കിൽ എന്റെ ഒരു വിഷനിൽ എനിക്ക് ആ സിനിമ ചെയ്തെടുക്കാന്നുള്ളത് അതും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഈ പടം എടുത്തപ്പോൾ ഈ സിനിമ എനിക്ക് കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്ന സിനിമകൾ എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരണം. മലയാള സിനിമയിൽ നമ്മൾ ഭയങ്കരമായ ഒരു ക്വാളിറ്റി സൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയലിസ്റ്റിക് സ്റ്റോറീസും അല്ലെങ്കിൽ വളരെ ഇതായിട്ട് കാണുന്ന സിനിമകളൊക്കെ നോക്കി പഠിക്കുന്ന പോലെ ഒരു റിയാലിറ്റിയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ തനത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു പഴയ തിയേറ്റർ ഫിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമകൾ, ഒരു എന്റർടൈനർ എന്ന് പറയുന്ന ഒരു കോമഡി ഫൺ കോമിക് പടം, ഒരു നോ ബ്രെയിനർ എന്നൊക്കെ പറയുന്നത്, മാഡ് റേസ് അല്ലെങ്കിൽ ഒരു പ്രാന്ത് വട്ടുപടം, തലച്ചോറ് പുറത്ത് വെച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ കയറിയ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഐറ്റമാണ് ട്രൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓഡിയൻസ് എങ്ങനെയാണ് അതിലേക്ക് വരുന്നത് എന്ന് അറിയുന്നതിൻ്റെ അല്ലെങ്കിൽ അറിയാനുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷ നമ്മുടെ ഉള്ളിൽ എവിടെയും ഉണ്ട്. ഇപ്പം ഈ പടം കൊണ്ടുവരുമ്പോഴേ ഈ കോമഡി ട്രാക്കിൽ പടങ്ങൾ എഴുതുന്നത് എത്രമാത്രം പാടാണ്. കാരണം തിരക്കഥാകൃത്തുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര പാടാണ് ഹ്യൂമർ. കാരണം ത്രില്ലർ പടങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ത്രില്ലറൊക്കെ വർക്കായില്ലെങ്കിൽ നമുക്ക് BGM ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഹ്യൂമർ പാളിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണ്? ഈ ബേസിക്കലി ഞാൻ അതിൽ വിശ്വസിക്കുന്ന എനിക്ക് എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് എഴുതാൻ എളുപ്പം ഹ്യൂമറാണ്. എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ കാണുന്നത് ഹ്യൂമർ പടങ്ങളാണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പം
എന്നെ കണ്ടാൽ ഭയങ്കര സീരിയസ് ആയിട്ട് തോന്നും. ഇന്ററാക്ട് ചെയ്യുമ്പോൾ വളരെ ഫണ്ണി ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു സർക്കിളിൽ വളർന്ന ആളാണ്. ഇപ്പം ഞാനും പ്രണീഷ് ചേട്ടൻ ഇതിന്റെ ഡയറക്ടർ, ഞങ്ങൾ ഇതിന്റെ ഒരു സീൻ ഡിസ്കസ് ചെയ്യാൻ ഇരിക്കുമോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഥയുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഇരുന്ന് കഴിയുമ്പോൾ പുള്ളി നമ്മളെക്കാൾ ഹ്യൂമർ ഉള്ള ആളാണ്. പുള്ളി ഭയങ്കരമായി ബേസ് ലൈനിൽ ഭയങ്കരമായി വ്യക്തിപരമായി എന്തെങ്കിലും ഒരു കൗണ്ടർ പറഞ്ഞാൽ തിരിച്ചു പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ ബേസിക് നേച്ചറിൽ ഹ്യൂമർ ഉണ്ടാവും. അപ്പൊ ഈ ഹ്യൂമർ ബേസിക് നേച്ചർ ഉള്ള ഒരാൾക്ക് ഒരു കഥ കിട്ടിയാൽ, ബേസിക്കലി ഈ ഷർഫൊക്കെ പറഞ്ഞിട്ടൊരു എന്റർടൈനർ കഥ, എന്താ ഈ പറയുക, നമുക്ക് ബ്രെയിൻ പുറത്ത് വെച്ചോ എന്നൊരു സാധനം ആദ്യമേ നമ്മൾ എഴുതുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് ഇപ്പൊ മധുര മനോഹരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിയലിസ്റ്റിക്കിൽ നിന്നുകൊണ്ട് അതിൽ തന്നെ നമ്മൾ കാണുന്ന ചുറ്റുപാടിൽ നിന്നുകൊണ്ടുള്ളൊരു ഹ്യൂമറാണ്. ഇപ്പം പെഡിക്റ്റീവിൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും റിയലിസ്റ്റിക്കിൽ അതുപോലെ കാണുന്നവരാണോന്നില്ല. ഇപ്പൊ ഗണ്ണ് പിടിച്ച് നടക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ നമ്മൾ ഇതിൽ കാണണമെന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ഈ പറയുന്ന അതിലും നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ ഒരുപാട് അത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹ്യൂമർ സൈഡിൽ പോകണം, അങ്ങനെ എന്ത് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ തന്നെ മൂന്നാമതൊരു സിനിമ കൂടെ ചെയ്ത് കഴിഞ്ഞ ദിവസമാണ് അനൗൺസ് ചെയ്തത്, ഷൂട്ട് കഴിഞ്ഞു. മധുവിധു പേര്. അതെ, അപ്പം അതും ഹ്യൂമർ പടമാണ്, അതും ഫാമിലി ഹ്യൂമർ പടമാണ്, എന്റർടൈനർ ആണ്. അപ്പോൾ പെഡിക്റ്റീവിനെ സംബന്ധിച്ചോളം എന്ത് എഴുതാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ കാരണം പ്രൊഡ്യൂസർ നമ്മളൊന്നിനും തടഞ്ഞു നിർത്തുന്നില്ല. ഞാൻ 10 പേര് നമ്മളെ അടിക്കാൻ വരുന്നു, നമ്മൾ എഴുതി കുഴപ്പമില്ല 100 പേര് വന്നോട്ടാ എന്ന് പറയുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. വിഷ്വൽ ഇച്ചിരി ഇങ്ങനെ ചെയ്താൽ നന്നാവും. അപ്പൊ ഇന്ന ആർട്ടിസ്റ്റ് നമുക്ക് ഇച്ചിരി വലിയ ആളെ നോക്കാം, അത് ചെറിയ റോളിൽ പോലും നമുക്ക് അത്യാവശ്യം ആളെ വിളിച്ചു നോക്കണം, വരുന്നെങ്കിൽ വരട്ടെ, നിങ്ങൾ ഒരു കഥ പറ എന്ന് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അതിന്റെ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ നോക്കാതെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉള്ളപ്പോൾ ഉറപ്പായിട്ട് ഔട്ട്കം വരും. ഞാൻ ഇന്നാളെ ഷർഫിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാണ്. ഞങ്ങൾ മധുര മനോഹര സമയത്ത് ഞാനും ഐഷേട്ടും സ്റ്റെഫിയും ഷർഫയ്ക്ക് വേണ്ടി, ഷർഫക്ക് ഓൺ ബോർഡ് ആയാലും, ഷർഫക്ക് ഓൺ ബോർഡ് ആയതിനു ശേഷം ഞങ്ങൾ പ്രൊഡ്യൂസർ പിച്ചിങ് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ആ സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ട്, വളരെ ചെറിയ ബഡ്ജറ്റാണ് അന്നത്തെ സാഹചര്യത്തിൽ, 3 വർഷം മുന്നാണ്. അന്ന് നമ്മൾ കൊടുത്തൊരു ബഡ്ജറ്റിൽ അന്ന് നമുക്ക് പല പ്രൊഡ്യൂസർമാരടുത്ത് പോയിട്ടാണ് ഞങ്ങൾക്ക് ബീത്രയും പോലെ നല്ല ബാനർ വന്നു, ഞങ്ങൾ ആ പടം ചെയ്തു. ഇപ്പൊ അതിനുശേഷം ഇപ്പൊ പെറ്റിൽ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല. പക്ഷെ അതിനുശേഷം ഇത് ഞാൻ പിച്ച് ചെയ്തല്ലോ, അതിലും ഷർഫക്ക് ഓൺ ബോർഡ് വരുന്ന ശേഷം അതിന്റെ പിച്ചിങ് നടക്കുമല്ലോ. എനിക്ക് മറ്റേതിനേക്കാളും ഒരുപാട് ബഡ്ജറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് അങ്ങോട്ട് ഏകദേശം കഥയോ കഥാപശ്ചാത്തലങ്ങളൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് ഒരേ കോസ്റ്റ് ആണെങ്കിൽ പോലും പ്രൊഡ്യൂസർ ഈസ് വില്ലിങ് നമുക്ക് ഇച്ചിരൂടെ സ്പെൻഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഷർഫക്ക് ആദ്യം പറഞ്ഞ പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് പറയണം. ഒരു ആർട്ടിസ്റ്റിന്റെ ലിമിറ്റ് കൂടിയിട്ടുണ്ട്. മുമ്പേ ചേട്ടനാണെങ്കിലും ചോദിച്ചില്ല എത്രത്തോളം കൂടുന്നുണ്ട്, ഒരു ഭയങ്കരമായ ബഡ്ജറ്റിലേക്ക് നമ്മൾ പോകുന്നില്ലെങ്കിൽ പോലും ഒരു ആർട്ടിസ്റ്റിന്റെ ബഡ്ജറ്റ് ഗ്രാജുവലി കൂടുന്നത് ഞാൻ വ്യക്തിപരമായി കാണുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ്, ഒരു ആർട്ടിസ്റ്റാണ്, നമ്മൾ അയാൾക്ക് വേണ്ടി തന്നെ ഞാൻ പല വർഷങ്ങളിൽ, കഴിഞ്ഞ 4 വർഷങ്ങൾ എഴുതിയപ്പോൾ എങ്ങനെയാണ് ഇതിന് ബഡ്ജറ്റിന്റെ ഒരു സംസാരം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അത് നമുക്ക് ലാലേട്ടൻ, മമ്മൂക്ക വരെയുള്ള ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോൾ ഒരു ലാലേട്ടൻ പടത്തിന് കിട്ടുന്ന ബഡ്ജറ്റ് ആയിരിക്കത്തില്ല 10 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ടാകുന്ന ബഡ്ജറ്റ്. ബോക്സ് ഓഫീസ് വളരുകയാണ്. അപ്പൊ മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ വേണം. അത് ഓൺലി സ്റ്റാർഡം കൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ സിനിമയ്ക്ക് അന്ന് കിട്ടുന്ന ഒരു ബിസിനസ് ഇപ്പോൾ ഒരു പക്ഷേ വേറൊരു രീതിയിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. തിയേറ്റർ ഇങ്ങനെ കത്ത് നിൽക്കണം. നമുക്ക് 300 കോടി ഒരിക്കലും ഒരു അച്ചീവബിൾ ഫിഗർ അല്ലായിരുന്നു. ലോകം സിമ്പിൾ ആയിട്ട് 300 കോടി അടിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞത് ആ അച്ചീവബിൾ ഫിഗേഴ്സ് മാറുമ്പോൾ മൊത്തത്തിൽ സിനിമയുടെ ഒരു പ്രോസസ്സിൽ മാറ്റം സംഭവിക്കും. അപ്പൊ ആ പ്രൊഡക്ഷൻ സൈഡിൽ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യും. പെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ഷർഫുദ്ദീൻ സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ട് ആ പടത്തിന്. ഞാൻ അങ്ങനെ പറയല്ല, സാധാരണ നോർമലി നമ്മൾ കാണുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള അത്രയും സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ട് അതിന്. അപ്പോൾ അത് ഗോകുലം പോലെ ഒരു ബാനർ ബാക്ക് ചെയ്യുക, ഷറഫുക്ക് അതിലൊരു റിസ്ക് എടുക്കുക, ഗോകുലം ഗോപാൽ സാർ നമ്മളെ പടം കണ്ട് മനസ്സിലാക്കി നമ്മുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. അപ്പൊ അതൊരു പക്ഷെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് കൂടെ കാണുന്നത് കൊണ്ടാണ്. പിന്നെ ഓക്കെ, സെറ്റ് ഓഫ് ആൾക്കാർ, ഇപ്പൊ ആനന്ദ് സി ചന്ദ്രൻ ഷൂട്ട് ചെയ്യുന്നു, അഭിനയ സുന്ദർ നായക് എഡിറ്റ് ചെയ്യുന്നു, വിഷ്ണു ആണ് സൗണ്ട് ചെയ്യുന്നത്, രാജ് മുരേഷ് ആണ് മ്യൂസിക് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറും ഒരു പുതിയ കമ്പാരിറ്റീവ്ലി പുതിയൊരു റൈറ്ററും ഉള്ള ഒരു സമയത്ത് ടെക്നിക്കൽ ക്രൂവിനോട് എങ്ങനെ നോക്കിയിട്ട് ആളുകൾ പ്രൊഡ്യൂസർ സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര നല്ല സൈനാണ്. കൂടുതൽ ആളുകൾ വരും. നാളെ ഷർഫുദ്ദീൻ അല്ല, നാളെ വേറൊരു ആർട്ടിസ്റ്റിന് വരും. ഇപ്പൊ സന്ദീപ്, നസ്ലിൻ പറയുന്ന പുതിയ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും വലിയ ബഡ്ജറ്റിൽ ഇപ്പൊ അധികം ബഡ്ജറ്റ് വിഷയമാവുന്നില്ല. അപ്പൊ വളരെ ആസ് എ റൈറ്റർ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കുറച്ച് മാറി. ഇപ്പൊ കല്യാണിയെ വെച്ചിട്ട് ഒരു ചെയ്തൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളൊരു നോർമൽ രീതിയിൽ പോയി പറഞ്ഞ ഒരാൾ മനസ്സിലാവില്ല. ഡിക്കിനെ പോലെ ഒരാൾക്ക് അത് മനസ്സിലായി, ഇങ്ങനെ ഈ കഥയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ കഥയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ടെക്നീഷ്യനാണ് ഇൻവെസ്റ്റ്മെന്റ്, ഡൊമിനിക്കിനെ വിശ്വസിക്കുക എന്ന് പറയുന്നല്ല, എന്റെ ക്യാമറമാനെ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടുത്തെ ഒരു വലിയ ബാനർ ചെയ്തൊരു സെറ്റ് എക്സാമ്പിൾ ഇപ്പൊ വെച്ചതുകൊണ്ട് നാളെ നമ്മളെപ്പോലുള്ള റൈറ്റേഴ്സിന് ഭയങ്കര സൗകര്യമാണ്. കാരണം അത് വെച്ചിട്ട് അവർ പ്രൂവ് ചെയ്തു. അതിന്റെ റിസൾട്ട് മോശമായിരുന്നു, ഒരു പക്ഷേ മാറിപ്പോയി. പക്ഷെ അവർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് വേണ്ടതെല്ലാം കൊടുത്ത് ഏറ്റവും നന്നായി മാർക്കറ്റ്. അതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോകം 300 അടിച്ചു എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാം. പക്ഷേ ഇതിന്റെ പ്ലാനിങ്ങിന് മുമ്പ് കല്യാണിയെ ലീഡാക്കി ഇത്രയും വലിയൊരു ബഡ്ജറ്റ് ചെയ്യണമല്ലോ എന്നൊരു തോട്ട് പ്രോസസ് എന്നൊരു സംഭവമുള്ളൂ. അപ്പോൾ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. അതിന് മുന്നേ ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയത് ഷർഫിക്കയുടെ ഒരു ഇപ്പോൾ വൈറലാവുന്ന
വൈറലാവുന്നൊരു സാധനം ഉണ്ടല്ലോ, ലാലേട്ടനെ വിളിച്ച് ഫോൺ കോളിൽ രാവണപ്രഭു ഒരു സാധനം മാറ്റുക എന്നുള്ളത്. അത് ഞാൻ ഇപ്പൊ ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല, അത് ഈ കൈ കിട്ടിയിട്ടേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇതേപോലെ നൈറ്റ് ഡയറീസിൽ മാത്യു വന്നിട്ട് കാന്താരയുടെ പോസ്റ്റർ കണ്ടിട്ട് റിലീസ് ഡേറ്റ് മാറ്റുന്നു എന്ന് പറയുന്നു, നിങ്ങൾ രാവണപ്രഭു വേണ്ടി മാറ്റുന്നു എന്ന് പറയുന്നു. സി ഇത് ഞാൻ പറയുന്നത് ട്രോളിനേക്കാൾ ഉപരി നിങ്ങൾ മറ്റുള്ള ആർട്ടിസ്റ്റ് കൊടുക്കുന്ന റെസ്പെക്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ഇൻഡസ്ട്രി ആസ് എ ഹോൾ യുണൈറ്റ് ചെയ്ത് കാണുന്നത്. വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? അതെങ്ങനെ, എന്തൊരു സംഭവം? അല്ല, ഇത് ഞങ്ങൾ കളക്റ്റീവായിട്ട് എല്ലാവരുടെയും തലകൾ ഇങ്ങനെ ലാലേട്ടൻ അറിഞ്ഞു ഇത്? ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു, അതല്ലാതെ ചെയ്യാൻ പാടില്ല. അപ്പൊ തീർച്ചയായും ഞങ്ങൾ ആനിച്ചേട്ടൻ വഴി പെർമിഷൻ ചോദിച്ചു. ആനിച്ചേട്ടൻ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇത് പോസ്റ്റ് ചെയ്തത്. അവിടെ എന്ത് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. ഞങ്ങൾ എടുത്തു വെച്ചത് 10-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യാനോ അല്ലെ 9-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് പെർമിഷൻ കിട്ടാൻ ലേറ്റ് ആയത് കാരണം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാത്രം അത് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ശരിക്കും അത് എന്താ പറയാ, അത് അദ്രിജോയുടെ ഐഡിയ ആണ് ബേസിക്കലി. അദ്രിജോയാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇപ്പോൾ എൻ്റെ കൂടെ കുറേ പേര് ഈ പ്രൊഡക്ഷൻ്റെ ഇവരും എഡീസും എല്ലാവരും സിനിമ ഇപ്പോഴും അവർ ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് തന്നെ നിൽക്കുവാണ്. എല്ലാവരും ഇങ്ങനത്തെ ഐഡിയസ് എൻ്റെ അടുത്ത സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇതിൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ സപ്പോർട്ടിലാണ് ഒരു ഈ മാർക്കറ്റിംഗ്. ഇപ്പൊ ഇന്നലെ ഫ്രഷ് ആയിട്ട് വേറെ ഷാരൂഖ് ഖാന്റെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതും അതിരി തന്നെയാണ് കൊണ്ടുവന്നത്, ഡബിങ് പരിപാടി. അപ്പൊ നമ്മളിങ്ങനെ പല പരിപാടികൾ എന്താ പറയാ, എനിക്ക് തോന്നുന്നു അത് ഫസ്റ്റ് ആ വിനയുടെ മറ്റേ ഫസ്റ്റ് ലുക്ക് ഒരു ദിവസം ഞാൻ ഒരു റീൽ ചെയ്യാൻ വേണ്ടി ചെയ്തു. അപ്പൊ എനിക്ക് അത് പെട്ടെന്ന് അപ്പൊ അങ്ങനെ ചെയ്ത് അത് അപ്പൊ പോസ്റ്റ് ചെയ്ത് അത് ഐഡിയ. അപ്പൊ പിന്നെ ആ ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റിന്റെ റീച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അങ്ങനെ മാർക്കറ്റിങ്ങിന്റെ ഒരു ഇത് ടൂൾ ചെയ്യാം. പക്ഷേ ഈ സിനിമക്ക് അത് ഫിറ്റാ, ലൈക്ക് ഒരു ഫണ്ണി വേയിൽ അത് പോകണം. അല്ല, പക്ഷെ ഇത് രണ്ടായിട്ടും വരല്ലോ. സോഷ്യൽ മീഡിയ കാണുന്ന ചിലർക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഷറഫുദ്ദീൻ മോഹൻലാൽ ഷറഫുദ്ദീൻ എന്നൊക്കെ പറയാറായോണോ? എന്റെ ഒരു എന്നെ മലയാളികൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്ന ഒരുത്തനാണ്. നമുക്കൊരു ഷക്കോള് അങ്ങനത്തെ സാധനം ചെയ്യാൻ പോലെ നമ്മൾ ഭയക്കും. പക്ഷെ ഷറഫൊക്കെ അവർക്ക് മനസ്സിലാവും, ബാക്കി ഓഡിയൻസിന് മനസ്സിലാവും. ആ ധൈര്യം നമുക്കുണ്ട്, അവരാരും നമ്മളെ ഏറി വിടില്ല. നമ്മളൊരു ആർട്ടിസ്റ്റ് ലെവലിൽ ചിന്തിച്ച് അങ്ങനെ മേളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. ഇപ്പൊ ഇന്ന് ബ്രോ പറഞ്ഞ പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണ്. ഇൻഡസ്ട്രി ഭയങ്കര ഓപ്പൺ ആണ്, എല്ലാവരും ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ഇൻഡസ്ട്രി ഓപ്പൺ ആയി അക്സെപ്റ്റ് ചെയ്തിരിക്കും. ഇപ്പൊ ലോകയുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന മൊത്തം ടെക്നീഷ്യൻസ് ആണ്, മൊത്തം ആർട്ടിസ്റ്റുകൾ. അതൊരു ഭയങ്കര സൈനാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇൻഡസ്ട്രി വളരുന്നത്. കാരണം അതുപോലെ ഒരു ബെഞ്ച് മാർക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയല്ലേ അതിലേക്ക് പിച്ച് ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശോഭിത്തിലേക്ക് ചേട്ടനാന്ന് തോന്നുന്നു ഇപ്പൊ കാര്യവട്ടത്ത് എന്ന് പറഞ്ഞത് നമുക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ ലോകയുടെ റെക്കോർഡ് ഞാനത് കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ ആലോചിച്ച ഇന്ന് വൈകുന്നേരം ഇറങ്ങാൻ പോകുന്ന പോസ്റ്റിൽ ഞാൻ ഏറി പോകുന്നതിനെ കുറിച്ച് മാത്രം ആലോചിക്കും. ശോഭിച്ചേട്ടൻ്റെ അടുത്ത് മറ്റേ ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴ്ത്തു വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഏറി പോകും. അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വേണമെങ്കിൽ ഏറി പോകാം. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, എയറിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ നാട്ടുകാർ താഴ്ത്തിറക്കിയാലോ എനിക്ക് ചിലപ്പോ മാനസികമായിട്ട് ഞാൻ എപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്താ പറയാ, ഒരിക്കലും ഏറെ കയറാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇപ്പൊ ഷർഫിക്ക് ഇപ്പൊ 2025 ഒരു ജെന്യുവൻ വർഷം ഇപ്പൊ പടക്കളം ആണിപ്പോ ഒരു ടോക്ക് ആണല്ലോ. വന്നതിന് ശേഷം രഞ്ജിത്ത് സാറിന്റെ ആ ഒരു ഡയമെൻഷൻ സന്ദീപിന് ഭയങ്കരമായിട്ട് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു സിനിമ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ ഒരു ഇപ്പൊ കുറെ നാൾ ഗിരിരാജൻ കോഴിയായിരുന്നു, അത് കഴിഞ്ഞിപ്പോ രഞ്ജിത്ത് സാറിലേക്ക് വരുന്നു. ഹൗ ഡു യു സീ ദിസ് ട്രാൻസിഷൻ? ഇത് സന്തോഷമാണോ തരുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ മറ്റു സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒരു സിനിമയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, കഥാപാത്രത്തെ പറ്റി സംസാരിക്കുന്നു, അത് കുറെ നാൾ പോകുന്നു, അത് സന്തോഷമാണോ? എല്ലാം സിനിമയുടെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചല്ലേ. രഞ്ജിത്ത് സാറും ഇതെല്ലാം എന്താ പറയാ, സിനിമ വർക്കായി, സിനിമ ആൾക്കാർക്ക് ഇഷ്ടമായി, രഞ്ജിത്ത് സാർ വർക്കായി. രഞ്ജിത്ത് സാർ മാത്രം ഇഷ്ടമായി, സിനിമ വർക്കായില്ല എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ മരിച്ച് പെർഫോം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് പടക്കളം ആഫ്റ്റർ 5-ാം പാതിരയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു വൈറ്റ് അക്സെപ്റ്റൻസ് കിട്ടേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ അതിൻ്റെ ഇടയിലുള്ള 4-5 വർഷം ഞാൻ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എത്തിപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കൈൻഡ് ഓഫ് ഒരു ഫാമിലി ഓഡിയൻസിലൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുക. എനിക്കൊന്ന് യൂത്തിന് കുറച്ചും കൂടി തിരിച്ച് വീണ്ടും എനിക്കൊരു ഇത് കൊടുക്കാൻ പറ്റിയത്, അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റിയത് പടക്കളത്തിൽ കൂടെയാണ്. പടക്കളം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അത് ആ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് അപ്പോൾ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, പടക്കളം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോമഡിയും വില്ലനും ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്.
അത് പക്ഷെ അതൊരു ബ്ലെസ്സിങ് അല്ലേ ഷർഫിക്ക്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 3 പേർക്ക് ഒരു സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും അഭിനയിച്ച് വലിപ്പിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ലല്ലോ. ആസ് ക്യാരക്ടേഴ്സ് അതാണല്ലോ ആ ബ്ലെസ്സിങ് അല്ലേ ആ സ്ക്രിപ്റ്റ്? അതല്ലേ ആ സിനിമയുടെ ഒരു ഭാഗ്യം, ആ സിനിമയുടെ ഒരു ഐഡിയയിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതങ്ങനെ വന്നത് ഭയങ്കര നല്ലത്. പിന്നെ ആ സിനിമ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തെ പ്രോസസ്സിൽ കുറച്ചും കൂടി ഫ്രീ ആയിരുന്നു. എന്താ പറയുക, അല്ലെങ്കിൽ ആ പല സ്ഥലങ്ങളിൽ ഇമ്പ്രവൈസ് ചെയ്യാനൊക്കെ ആ ക്യാരക്ടറിനെ നന്നായിട്ട് ആ സിനിമയുടെ അകത്ത് കൂടെ അല്ലാതെ നമ്മളുടെ ആ സമയത്ത് വേറെ ഒരു ഇതുമില്ല. ഒന്നാമത് വേറെ നമ്മളിപ്പോൾ കൊച്ചിയിൽ ഇഷ്ടംപോലെ, ഞാൻ എപ്പോഴും പറയും കൊച്ചിയിൽ ഇഷ്ടംപോലെ സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് വന്ന് എൻ്റെ അഭിപ്രായത്തിൽ കൊച്ചിയിൽ സിനിമ ഷൂട്ട് ചെയ്തത് ലൈക്ക് കൊച്ചി ക്യാമ്പാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ ഷൂട്ട് ചെയ്തത്. കാരണം വെച്ചാൽ മീഡിയ, അത് ഇത് പ്രൊമോഷൻ, PR, പുതിയ റിലീസ്, തിയേറ്റർ വിസിറ്റ്, കടയുടെ ഉദ്ഘാടനം, ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ അഭിനയത്തിൻ്റെ ഇടയിൽ ഇതും പിടിക്കും അതും പിടിക്കും. ഇത് വേറെ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി അമലേട്ടൻ ചെയ്യുന്ന ഒരു ആഗമനം ഒരു 50-60 ദിവസം താമസിപ്പിച്ച് ഷൂട്ട് ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. പറ്റുമെങ്കിൽ റേഞ്ച് ഇല്ലാത്തടത്ത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ അല്ലേ, എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഓക്കെ, ആ ഒരു കാര്യം പിടിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്നാൽ ഇടയ്ക്ക് ബ്രാൻഡിൻ്റെ ഫോട്ടോ ഷൂട്ടിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടി നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല. അത് ഭയങ്കര ഒരു പോയിന്റാണ്. അപ്പോൾ അതുപോലെയാണ് പടക്കം ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് കോളേജിലേക്ക് പോയിട്ട് ആ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളൂ. വേറെ ഒരു പരിപാടി താമസിക്കുന്ന കോളേജിൻ്റെ അകത്ത് തന്നെ. ഞാനൊക്കെ താമസിച്ചതിൻ്റെ അകത്ത് തന്നെ. അപ്പൊ എല്ലാവരും സുരാജൻ എല്ലാവർക്കും അവിടെ ഒരു മൂഡ് സെറ്റിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കും പടക്കളത്തിന്റെ വിജയത്തിൽ ഇത്രയും എന്താ പറയുക. പക്ഷെ പടക്കളം തിയേറ്ററിൽ കുറച്ചും കൂടി വലിയ വിജയം ആവണമായിരുന്നു എന്നുള്ള ഒരു പരാതിയും എനിക്കുണ്ട്. അല്ലെങ്കിൽ അത് ആ പടം കുറച്ചും കൂടി തിയേറ്ററിൽ അല്ല, തിയേറ്ററിൽ നല്ല വിജയമാണ്. പക്ഷെ ഒരു വലിയ വിജയം, ഇത്തിരി കൂടി വലിയ വിജയം സമയത്ത് നോക്കുമ്പോ അതെ, കുറെ പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ OTT വന്ന ശേഷം ഇതെന്താ തിയേറ്റർ വിചാരിക്കുക, ഞാൻ കമന്റ് ഇട്ട് നിങ്ങൾ പോയി കാണാത്ത ഈ കോടി ക്ലബ്ബ് അല്ല, പലരും പറഞ്ഞു ഇതൊക്കെ ഒരു 100 കോടി അടിക്കേണ്ട പടമായിരുന്നു. ഞാൻ പറഞ്ഞു അത് തന്നെയാണ്, അങ്ങനെ അടിക്കേണ്ട പടമായിരുന്നു. ഞാൻ ചോദിച്ചു ഷർഫി, ഇപ്പൊ അത് ഒരു ഞാൻ പറയുന്നത് കണ്ടന്റ് ഡ്രിവൻ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് ഓടും. പക്ഷെ ഈ ഒരു കോടി ക്ലബ്ബ് വരണമെങ്കിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ടെന്ന് ലോകം പ്രൂവ് ചെയ്തില്ലേ? ഒരു ഭയങ്കരമായ മാൻലി അങ്ങനത്തെ അല്ല, ഞാൻ പറയുന്നത് ലോകം മാത്രമല്ല, ശരിക്കും മഞ്ഞുമൽ ബോയ്സിന് നമുക്ക് അങ്ങനെ അല്ലേ? മഞ്ഞുമൽ ബോയ്സും കണ്ടന്റ് ഡ്രിവൺ ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പ്രേമലു എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയല്ല. ശരിക്കും നമ്മുടെ ഇവിടെ കോടി അടിച്ചതെല്ലാം കണ്ടന്റ് ആണ്, സ്റ്റാർ അല്ല. അല്ലേ? ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയ എല്ലാ സൈഡിലും നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. ആവേശത്തിൽ നമ്മൾ അതുവരെ കണ്ട ഭാഗത്തിനല്ല, വേറെ രീതിയിലാണ് അത് എടുത്തത്. അതിന്റെ വിഷ്വൽ, അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സൈഡിലാണ്. അതുകൊണ്ടാണ് അത് ആഘോഷിക്കപ്പെടുന്നത്. നമ്മൾ ചില സിനിമകൾ ഓക്കെ, ഈ സിനിമ നമുക്ക് ഉറപ്പായിട്ടും കൂടി ഇപ്പൊ ലൂസിഫർ അല്ലെങ്കിൽ അത് നമുക്ക് വരുമ്പോ തന്നെ അറിയാം, മറ്റേ എഴുതി കൊടുത്തേക്കുന്ന പോലത്തെ സെറ്റപ്പാണ്. അത് വന്നാ അടിച്ചു പോകും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ മഞ്ഞുമലോ അല്ലെങ്കിൽ പ്രേമലു അല്ലെങ്കിൽ ആവേശം അല്ലെങ്കിൽ തുടരും പോലും സ്ക്രിപ്റ്റാ, കണ്ടന്റില്ല. റിലീസ് ഡേറ്റ് മാറ്റിയപ്പോ തന്നെ ആളുകൾക്കിടയിൽ ഒരു തനിക്കൊരു നെഗറ്റീവ് കിട്ടി എന്നുള്ളതാണ്. പിന്നെ ആളുകൾ പുഷ് ചെയ്ത കണ്ടന്റ്. ഞാൻ ഓർക്കുന്നുണ്ട് ജനുവരിയിൽ ഡേറ്റ് മാറ്റിയപ്പോ തരുണോട് എല്ലാവർക്കും ഒരു പിറക്കമൊക്കെ ഉണ്ടായിരുന്നു. സത്യം, അത് നമ്മൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോഴും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കണ്ടന്റിൽ. അത്ര ആഘോഷിക്കപ്പെടുന്ന സന്തോഷം. കാരണം വീണ്ടും ലാലേട്ടനിലെ സ്റ്റാറിനെക്കാട്ടിലും കണ്ടന്റും ലാലേട്ടനിലെ പെർഫോമറും ഇത് ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്കൊക്കെ സമാധാനമാണ്. ഓക്കെ, എഴുതാം, ധൈര്യമായിട്ട് എഴുതാം, കണ്ടന്റിന് ഇപ്പോഴും വാല്യൂ ഉണ്ടെന്നൊരു സന്തോഷം. അതുപോലെ തന്നെ ഇപ്പൊ രാവണപ്രഭുവിന്റെ റിലീസ് നിങ്ങൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് 24 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പടത്തിനാണ് നമ്മൾ ഈ എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ ഈ ആഘോഷം കാണുന്നത്. ഇത് നിങ്ങൾ ഗില്ലി പോലത്തെ സിനിമകളൊക്കെ ഇവിടെ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആളുകൾക്ക് തിയേറ്ററിൽ വരാൻ മടിയില്ല എന്നത് കാണിക്കുന്നതല്ലേ? ഞാൻ ഇപ്പൊ പലരും നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് മടുത്തു തുടങ്ങി ഫോണിൽ നിന്ന്. ശരിക്കും ജനത്തിന് മറ്റേ വലിയ സ്ക്രീനിലേക്ക് കയറാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമുണ്ട്. ഇത് കുറച്ച് സാധനം ഉണ്ടെങ്കിൽ ആള് വരും. സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വരും. അത് എന്താ പറയാ, എലി പാലക്കാട് വരുന്നത് ആ ക്രൗഡിനൂടെ വേണ്ടിയിട്ടാണ്. ആഘോഷങ്ങൾക്കിടയിലൂടെ ആഘോഷിക്കുക. എല്ലാവരും മുറിക്കാത്തിരുന്നു അല്ലെങ്കിൽ OTT വന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് തിയേറ്ററിൽ വരുമ്പോൾ ആ ക്രൗഡിന്റെ എൻജോയ്മെന്റ് ഭയങ്കരമാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും ഒരു സിനിമ ആസ്വദിക്കുക. തിയേറ്ററിൽ ഒരു വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല. അപ്പുറത്തിരിക്കുന്നവൻ ഇപ്പുറത്തിരിക്കുന്നവൻ കൈയടിക്കുമ്പോൾ മൂന്നാമത്തെ തവണ കൈയടിക്കുമ്പോൾ അല്ല, ആ ഒരു ഇതിലേക്ക് തന്നെ സിനിമ തിരിച്ചു പോകുന്നല്ല. തിയേറ്റർ ഒരു കാലത്ത് ഇവിടെ പറഞ്ഞു OTT വന്നു പോയി, യൂട്യൂബ് അല്ലെങ്കിൽ കണ്ടന്റ് അങ്ങനെ. പക്ഷെ തിയേറ്ററിലേക്ക് തിരിച്ച ആൾക്കാർ കൂടുതലല്ലേ. നമ്മൾ കോടിയിൽ മേപ്പോട്ടാ പോകുന്നത്, അല്ല.
അതെ. അപ്പൊ ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവും ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ്. ഇപ്പം ഒരു എക്സ്ട്രാ ആണല്ലോ. ഇപ്പം മറ്റു ചവിട്ടെടുക്കുമ്പോൾ അങ്ങനെ ബോക്സ് ഓഫീസിനെ പറ്റിയുള്ള ഒരു ചിന്ത ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇതൊരു കമേഴ്ഷ്യൽ ആസ്പെക്ടിൽ ത്രൂ ഔട്ട് വരുന്ന ഒരു സിനിമയാണ്. ആസ് എ പ്രൊഡ്യൂസർ ഈ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ഈ കോടി ക്ലബ്ബുകളിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് കിട്ടണം? ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം. എനിക്കിപ്പോൾ കോടി ക്ലബിനേക്കാൾ കൂടുതൽ ഞാൻ ഈ സിനിമ നമ്മളൊരു രീതിയിൽ ചെയ്തു, എൻ്റർടൈനറാണ്. ഈ സിനിമ ജനങ്ങളെല്ലാവരും കാണണം. പ്ലസ് ഒരു കാര്യം പറയാം, ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കൊരു എൻ്റെ ഒരു ഏതെങ്കിലും രീതിയിൽ അതാണ് അതിന്റെ ശരിക്കും കോർ റീസൺ. നല്ല ആക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാന്താരയുടെ മാസ്റ്ററാണ് നമ്മൾ ഫൈറ്റ് ചെയ്തേക്കുന്നത്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞ അതും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പടം ഒന്ന് പാസ്സാവണം എന്നുള്ളതാണ്. അല്ലാണ്ട് ഞാൻ കോടി ക്ലബ്ബ് ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. പിന്നെ ഇവനൊക്കെ ഇടയ്ക്ക് വന്നിട്ട് എൻ്റെ ചെവിയിൽ ഓരോന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു വിടും. അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നിങ്ങളുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ചേർന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനത് ഭയങ്കര നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്യൂവിലാണ് കണ്ടത്, ക്യൂവിൽ വന്നിരുന്നു. ഒരു മാസ്റ്റർ ക്ലാസ് പോലെയായിട്ട് തോന്നിയത്. അത് നിങ്ങൾ പിക്ക് ചെയ്ത ടീമിനേക്കാൾ ഉപരി അവര് ഈ സിനിമയിൽ വർക്ക് ചെയ്ത അവരുടെ എഫേർട്സ്, അവരുടെ ഹാർഡ് വർക്ക് എല്ലാം അവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഈ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ? ഒന്നാമത്തെ കാര്യം ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. 2, നമുക്ക് അവർക്ക് കൊടുക്കുന്ന സ്പേസ് എത്രമാത്രം വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്? ഞാനൊരു കാര്യം പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അൽഫോൺസ് പുത്രൻ സ്കൂളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ്. അയാൾ ടെക്നീഷ്യനാണ്. അപ്പം ഞങ്ങൾ പലപ്പോഴും അൽഫോൺസിൻ്റെ പല സമയങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അൽഫോൺസ് നമ്മുടെ അടുത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും ടെക്നീഷ്യൻസ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ ആനന്ദ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. ആനന്ദാണ് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ക്യാമറ വെച്ചത്. നേരം മാത്രമല്ല, അതിന് മുമ്പ് ചെയ്തൊരു ഷോർട്ട് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ ആൽബത്തിൽ ആനന്ദ് തന്നെ ഷൂട്ട് ചെയ്യുന്നത്. വിഷ്ണുവാണ് ആ കാലം മുതലേ ഓഡിയോഗ്രാഫി ചെയ്യുന്നത്. രാജേഷ് മുരുകേശൻ മ്യൂസിക്കിലാണ് ഞാൻ പോയത്. എനിക്ക് ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. ഇതിൽ ആകെ അഭിനവ് ആണ് പുതിയതായിട്ട്, അല്ലെങ്കിൽ ശ്രീക്കൊക്കെയാണ് നമുക്ക്. പക്ഷെ ശ്രീക്കിന്റെ കൂടെയാണ് ആനന്ദ് എല്ലാ പടം ചെയ്തത്, ശ്രീക്കുവാര്യൻ. അപ്പം അഭിനവിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ അഭിനവാണ് വന്നത്. അപ്പോൾ ഇതിൽ ഇവരെല്ലാം വരണം, അല്ലെങ്കിൽ ഇവരെല്ലാം എങ്ങനെയെങ്കിലും ഈ സിനിമയിലേക്ക് ഇന്നാവണം. ഇപ്പോൾ അബിയുടെ അടുത്ത് ഈ പടം പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്ത് വെച്ച ഡയറക്ടറുടെ അടുത്ത് ഒരു കോമിക് ബുക്ക് പോലത്തെ ഒരു സിനിമയും കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്. എത്ര സീരിയസ് ഡാർക്ക് സിനിമ ചെയ്ത് വെച്ച ഡൂഡുണ്ട്. പക്ഷെ അങ്ങേര് നോക്കിയിരിക്കുന്നത് എന്താ? അത് തന്നെയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ചെയ്യണം എന്നുള്ളതാണ് പുള്ളിയുടെയും ചിന്ത. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു എഡിറ്റർ നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് ചോദിച്ചാലും 6 പാട്ട് രാശി ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പ്രേമത്തിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബമാണ് പെറ്റ് ഡിറ്റക്റ്റീവിലെ രാജേഷ്. ഡെഫിനറ്റ്ലി. പക്ഷെ ഇതിൽ 6 പാട്ടുണ്ട്. പടക്കളത്തിൽ കലക്കം പാട്ടുകളുണ്ട്. പടക്കളത്തിന് മുമ്പ് പെറ്റ് ഡിറ്റക്റ്റീവിലെ ട്രാക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇനി 3 പാട്ട് ഇറങ്ങാനുണ്ട് പെറ്റ് ഡിറ്റക്റ്റീവിലെ. അതാണ് ഞങ്ങൾ മെയിനായിട്ട്. ഒരു പാട്ട് 5 പാട്ട്, ഒരു പാട്ട് ശബരീഷ് പുറമെ എഴുതി. ഇതിന് 3 പാട്ട്. ഇനി പോരണം മുരളി ഗോപി പാടിയത്, പറഞ്ഞ ജാസി ഗിഫ്റ്റ് പാടിയത്, ഒന്ന് വേടം പാടിയത്. അതാണ് ഇറങ്ങാനുള്ളത്. ഓക്കെ, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് മ്യൂസിക്കിന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ ഈ ടെക്നീഷ്യൻസ് ഇതിലേക്ക് വന്നിട്ട് അവർക്ക് നമ്മൾ സ്പേസ് കൊടുത്തതെന്ന് വെച്ചാൽ അവർ പറയുന്ന പോലെ ചെയ്യാന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ പ്രണീഷ് ഞങ്ങളുടെ ഡയറക്ടറല്ലേ, ഡൂഡീസിലൊക്കെ ഞങ്ങൾ ആദ്യം പോലെ അറിയാവുന്നതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എല്ലാവരും കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ബോധം എനിക്കും അവനൊക്കെ ഒരേപോലെ ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും അതിലൊന്നും യാതൊരുവിധ പ്രോബ്ലം ഉള്ള ഡൂഡല്ല. ഓക്കെ, നല്ലത് എൻ്റെ സിനിമയിലേക്ക് ഈ ടെക്നീഷ്യന്മാർ ഇത്രയും നല്ലത് വരുന്നതിന് അവന് ഭയങ്കര സന്തോഷിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ഇടയിൽ ഡിസ്കഷൻസും നടക്കുന്നത്. അപ്പോൾ അബി ആണെങ്കിൽ എഡിറ്റിൽ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തന്ന പേസ് ഉണ്ട് സിനിമയ്ക്ക്. ആ പേസ് ട്രെയിലറിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ പേസ് ഭയങ്കര അടിപൊളിയാണ് സിനിമയുടെ. ആക്റ്റീവായിട്ടുള്ളൊരു വർക്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഇവൻ നിൽക്കുന്ന ജയ് നിൽക്കുകയാണെങ്കിലും പ്രനീഷിക്കാണെങ്കിലും ആനന്ദൊക്കെ നമ്മുടെ സിനിമയെ ചുമലിലേറ്റിയിട്ട് ഓടുകയായിരുന്നു. ഒരു 90 ദിവസം നമ്മൾ അങ്ങനെയാണ്, ഒരു ഗറില്ല വാർ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നമുക്ക് 90 ദിവസം. അത് മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം കൊണ്ടൊരു 3 ഷെഡ്യൂള്. ഓക്കെ, അപ്പം ഞാൻ ഈ മറ്റേ റിലീസിന്റെ സമയം മഴയായപ്പോൾ ഞാനിങ്ങനെ ഞാൻ മഴക്കെതിരെ ഒരു കവിത എഴുതിയാലോ ഞാൻ നിൽക്കുവാണ്. അമ്മാതിരി മഴ, നീ എനിക്ക് അന്ന് എത്ര പണി തന്നു, നീ തിരിച്ചു വന്നിരിക്കുകയാണോ, എനിക്ക് വീണ്ടും പണി തരാന്നുള്ള മോഡിലിരിക്കുവാണ് ഞാൻ. അപ്പോൾ അത് പിന്നെ നമുക്ക് അനുപമയുടെ ഡേറ്റ്സ്, എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ്സ് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ 6 പ്രാവശ്യം ഷെഡ്യൂൾ ബ്രേക്ക് ആയി പടം. ഈ 6 പ്രാവശ്യം ഷെഡ്യൂൾ ബ്രേക്ക് ആയതിനു ശേഷമാണ് നമ്മൾ ജൂൺ ജൂലൈയിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അതും
എന്താ പറയുക വലിയ സെറ്റപ്പ് ഷൂട്ടുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-150 ജൂനിയേഴ്സും Locations ഇവിടെ ആണ്. 100-250 ക്രൂ യൂണിറ്റ് മെമ്പേഴ്സ്. എൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ എനിക്കത് വലുതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല എനിക്ക് മനസ്സിലാവും. 150 അല്ല ഈ 90 1000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ജയറാം മറ്റേ പറയത്തില്ല അതുപോലെ. അപ്പൊ അത് അങ്ങനത്തെ ഒരു യുദ്ധം കഴിഞ്ഞ് വന്നേക്കുന്നതാണ്. അപ്പം എല്ലാവരും പക്ഷെ ഒരു സ്ഥലത്ത് പോലും കോംപ്രമൈസ് ചെയ്തില്ല. പിന്നെ ഇപ്പോൾ വിഷ്ണു സൗണ്ട് ഡിസൈനിലിരിക്കുകയാണ്. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് എനിക്ക് ഒരു അക്ഷരം പറയേണ്ട കാര്യമില്ല, എടാ ഇത് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുള്ളി അതിൻ്റെ ഔട്ട് എടുത്ത് തരും. ഞാനതിൽ വേറെ ഒരു ഡയലോഗ് പറയണ്ട. രാജേഷിനറിയാം, അഭിക്കറിയാം, എല്ലാവർക്കും. നമ്മൾ ഡയറക്ടർ ആണെങ്കിൽ ഇത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ഏറ്റവും നല്ല ഔട്ട് ചോദിച്ചോ ഏറ്റവും നല്ല ഔട്ട് തന്നെ തന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അത് ടെക്നീഷ്യന്മാർക്ക് സ്പേസ് ഇപ്പം ഞാൻ ആ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഞാനാണ് റിക്വസ്റ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് ടെക്നീഷ്യന്മാർ എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇവർ ഈ 2010-2015 ഇടയിൽ വന്ന ടെക്നീഷ്യന്മാരാണ്. ആ ഒരു കാലഘട്ടത്തിൽ വന്ന എന്നാൽ ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ അവരുടെ മേഖലയിൽ അവരാണ് ബെസ്റ്റ് എന്ന് പറയാവുന്ന ടെക്നീഷ്യന്മാരെയാണ് നമ്മളവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് പറയാനുണ്ടെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു. പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കാര്യമൊന്നും കാര്യമായിട്ട് പറയണമെന്നില്ല, നിങ്ങൾ എന്ത് പറയാനുണ്ട് അത് കേൾക്കാൻ എനിക്ക് താല്പര്യം. അല്ലെങ്കിൽ ഞാൻ മനീഷേൻ്റെ അടുത്ത് അതാണ് റിക്വസ്റ്റ് ചെയ്ത്. അവരെ ഞാനും കേൾക്കാൻ റെഡിയാണ്. എനിക്കും ആ ഇന്റർവ്യൂവിൽ അതാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും പല അവരെല്ലാവരും കൂടെ ഒരു പടത്തിൽ ജോയിൻ ചെയ്യുന്നത് അതാണ് ഒരു ഹുക്കിംഗ് പോയിന്റ് ആയിട്ട് ആ വീഡിയോ. അത് എക്സാക്ട്ലി ഇപ്പൊ അനുപമയുടെ കാര്യം പറഞ്ഞപ്പോൾ അനുപമ ഇപ്പൊ തെലുങ്കിൽ ഫ്ലറിഷിംഗ് സ്റ്റാർ ആണ്. ഇവിടെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് 2020 ഞാനിത് പടം പ്ലാൻ ചെയ്യുമ്പോൾ പ്രണീഷ് ഞാനോട് ഇതിപ്പോ പഴയ ചെറിയ ബഡ്ജറ്റ് പടത്തിൽ അപ്പൊ ഇങ്ങനെ നായിക എന്ന് പറയുമ്പോൾ നായിക ഓരോ നായിക നമുക്ക് അടിപൊളിയാക്കണം. നായകനോ പോയി ഞാൻ തന്നെ അടിക്കുന്നത്, എനിക്കെതിരെ അടിക്കുന്നത് സെൽഫ്. വേറൊരുത്തന്നെ അടിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പ്രശ്നമില്ല. അപ്പൊ നായിക എങ്ങനെ പറഞ്ഞപ്പോഴാണ് അനുപമേനെ വിളിച്ചത്. അപ്പൊ അനുപമേനെ ചിന്തിക്കാതെ, കാരണം അനുപമേനെ ചിന്തിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അനുപമേനെ വിളിച്ചാൽ അനുപമ ചിലപ്പോൾ ഒരു എന്താ പറയാ നോ ഇല്ല നോ പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ പണ്ട് പാലത്തിന്റെ മേലെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പൊ പക്ഷെ അനുപമ പടം കഥ കേട്ടു 20 പിച്ച് ചെയ്ത് 20 അനുപമ ഫസ്റ്റ് സ്റ്റേജിൽ അനുപമ ഉണ്ട്. പക്ഷെ പിന്നീടാണ് അനുപമ സ്റ്റാർ. അപ്പോ അങ്ങനെ അനുപമയുടെ ഒരു വിടം 100 കോടി, അടുത്ത വിടം 150 കോടി അടിക്കണം. ഞാൻ പ്രണീഷിന്റെ അടുത്ത് വിളിച്ചിട്ട് പറയും, നീ അനുപമനൊന്ന് വിളിക്കും, ഫോൺ എടുക്കുവാണെങ്കിൽ വരും, ഇല്ലെങ്കിൽ തീർന്നുള്ള സീനാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളേ ഒന്നുമില്ല നമുക്ക്. അനുപമ ഇപ്പൊ ലാസ്റ്റ് ബൈസന്റെ സെറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ പടത്തിൽ ഇന്നാവുന്നത്. അപ്പൊ ബൈസൺ ഒരു സൈഡിൽ നാഗർകോവിലല്ലോ തിരുനെൽവേലി അവസാനം ക്ലാഷ് ഷൂട്ടേ ക്ലാഷ് പിന്നെ റിലീസ് ക്ലാഷ് അതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു 2-3 ദിവസം വരും, വീണ്ടും തിരിച്ച് ബൈക്ക് കാർ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ചെറിയ യുദ്ധമായിരുന്നു. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. നമുക്ക് അവിടുന്ന് അത്രയും തിരക്കുകൾക്കിടയിലും നമ്മളുടെ ഒരു സത്യം പറഞ്ഞാൽ ചെറിയ പടം, ഇപ്പോഴും ഞാൻ പറയുന്നത് ചെറിയ പടം, ആ പടം ചെറിയ പടം എന്ന് പറയലേ. അല്ല ഇപ്പം നിങ്ങൾ ദീപാവലി പടമാണ്, ദീപാവലി ആയിട്ടാണ് റിലീസ്. നമ്മളിവിടെ ദീപാവലി എന്ന് പറയുന്ന സാധനം വരുന്നില്ല. ദീപാവലി എന്റെ മറ്റേ ഇത് എന്താണ് മറ്റേ ദാണ്ടി പരിപാടി ഞാൻ പറയുന്നത്. അപ്പൊ തമിഴ് പടം ഡ്യൂഡ് വരുന്നുണ്ട്, ബൈസൺ വരുന്നുണ്ട്, കൂട്ടത്തിൽ ഇത് വരുന്നുണ്ട്. ക്ലാഷുകൾ നമുക്ക് ഹെൽത്തി ആണോ? പാതിരാത്രി ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തിന്റെ ഇന്നലെ കണ്ടുള്ളൂ. ഇതെല്ലാം സുഹൃത്തുക്കളല്ലേ. അങ്ങനെ തമിഴ് പടം മലയാളം പടം അങ്ങനെ ഞാൻ ചിന്തിക്കുന്നൊന്നുമില്ല. 4 പടത്തിന്റെ ഇടയിൽ നമുക്ക് ഡീസന്റ് ഷോയും കാര്യങ്ങളും ടിക്കറ്റ് സ്ക്രീനും തിയേറ്റേഴ്സ് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ 4 പടം പോലെ അല്ല നമ്മുടെ പടം. പിന്നെ നമ്മൾ രഹസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അല്ലാതെ പരസ്യമാക്കുമ്പോൾ മറ്റൊരു സിനിമയെ മോശമാക്കിയ പോലെയാവും. അതാണ്. അപ്പൊ ഇതിന് ലിമിറ്റില്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടം എന്തായാലും ഈ ക്ലാഷിൽ വേറൊരു പടമാണ്, സെപ്പറേറ്റ് മാറ്റി വെക്കാവുന്ന ഒരു പടമാണ്. അപ്പൊ ഇതിൽ ചേരില്ല. അപ്പൊ ആ പ്രത്യേകത ഈ പടത്തിനുള്ളത് തന്നെയാണ് ഈ പടത്തിന്റെ അഡ്വാൻറ്റേജ്. അതായത് ജോണർ വൈസ് മനസ്സിലായി, ക്ലിയർ ആണ്. അപ്പൊ ഓക്കെ, ഞാൻ എങ്ങനെയുണ്ട് എന്റെ ഉത്തരം? അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയും തരാത്തൊരു ഉത്തരം. ഞാൻ അതുകൊണ്ട് അത് വിട്ടു. ഇനി ജസ്റ്റ് ലാസ്റ്റ് മധുവിധുവിനെ പറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം അജിത് വിനായകർ പ്രൊഡക്ഷൻ 12ാമത്തെ പടം പുള്ളിയുടെ നമുക്കൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബാനറാണ്. ഈവൻ ഒരു ഹൈറ്റ്സ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടായെങ്കിൽ പോലും അത് നമുക്കൊരു അജിത് വിനായകർ പടം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനം. തീർച്ചയായും എനിക്ക് അജിത് വിനായകർ ഇപ്പൊ ഈ പടം
ഇവരെൻ്റെ അടുത്ത് കഥ പറയുന്നാലും ഇവരെൻ്റെ അടുത്ത് ഇവൻ എൻ്റെ കൂടെ നടക്കുന്നവനല്ലേ, ഇവൻ എൻ്റെ അടുത്ത് പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ദുബായിൽ വിടാൻ ഉദ്ദേശിച്ചില്ല എനിക്ക് നല്ല ആഗ്രഹം. എന്റെ അടുത്തും എല്ലാം ചെയ്യും. ലാലേട്ടൻ എനിക്ക് ഡേറ്റ് തരട്ടെ, ഞാൻ അന്ന് പൊക്കോളാം. ഞാൻ ആക്ച്വലി ഇതില് ചെറുതൊന്നും അല്ല. കിട്ടും. ഷർഫുക്കയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെഡിക്റ്റേറ്റീവ് ആണ്. മറ്റു 2 കഥകളും നിങ്ങൾ നോർമലി എഴുതി പല ആർട്ടിസ്റ്റുകൾ മധുവിധം വേറെ ആൾക്കായിരുന്നു. അതും അങ്ങനെ ഇന്ന ആൾക്കൊന്നും വേണ്ടിയിട്ടല്ല. അവസാനം അത്താണിയായിട്ട് ഈ മനുഷ്യനെ അത് ഞാനല്ല മധുവിധം ഞാനല്ല സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ ബാനറിൽ പറഞ്ഞു, ഡയറക്ടർ ഉണ്ടായിരുന്നു എന്റെ കൂടെ ഉള്ള വിമോഹൻ ഉണ്ട് റൈറ്റർ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡിസ്കഷനിൽ പല ഇവൻ ഇങ്ങനെ വിളിക്കേണ്ടത് ഇവൻ ഇവിടുന്ന് ഞാൻ ഇവിടെ പോയി പറഞ്ഞു, ഇതിലെ ശരത്തേട്ടൻ വിളിച്ചിട്ട് അജിത്തിനായി ശരത്തേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഹലോ ജയ് വിഷ്ണു ഈ സാധനമാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞ അത് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സാധനത്തിന് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പുള്ളി പ്രൊഫഷണൽ. എന്നിട്ട് ഞാനല്ല കഥ പറഞ്ഞു, ഞാൻ ബിബിനോട് പറഞ്ഞു നീ പോയി പറ കഥ. ഓക്കെ, അതുകൊണ്ടല്ല ഞങ്ങൾ ഫ്രണ്ട്ലി ആണ്. അതല്ല കഥ പറയാൻ ഇവര് ഇച്ചിരി അത് കഥ നമ്മൾ അത്രയും കാര്യമായിട്ട് അല്ല ഞങ്ങൾ നല്ല ഓപ്പൺ ടോക്ക് ആണല്ലോ, നല്ല ചിലപ്പോ സംസാരം ഉണ്ടാക്കും. ഒരു കഥ പറയാൻ വന്നിരിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലും കഴിഞ്ഞ ഇതൊക്കെ ഉണ്ടാവും. അല്ല ഡീവിയേറ്റ് അല്ല, ഞങ്ങൾ ഇടിയൊക്കെ ആവും. അല്ല അതിന്റെ സീരിയസ്നെസ് തന്നെ പൊക്കോട്ടെ. ഞാൻ അപ്പുറത്ത് മാറിയിരിക്കും. അപ്പൊ ഇവർ കഥ പറഞ്ഞോണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്തോട്ട് നടക്കും. എന്താടാ കയ്യാറാ ആ രീതിയിലായിരുന്നു എന്റെ കഥ പറഞ്ഞത്. നല്ലൊരു ബാനർ ബാക്ക് ചെയ്തു. മധുവിധു ഈ വർഷം തന്നെ റിലീസ്. എനിക്കാണെങ്കിലും അജിത് വിനായകൻ അങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു, അങ്ങനെ അത് വലിയ ബാനറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ലീഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വലിയ ബാനറിൽ സിനിമ ചെയ്യാൻ ഇത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങി ശരിക്കും പടക്കളത്തിലാണ്. കൊള്ള 18-ാം തീയതി കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ്. അപ്പോ പടക്കളം ഫ്രൈഡേ ഫിലിംസ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത പടം ഷൂട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ അജിത് വിനായകൻ. ഷൂട്ട് കഴിഞ്ഞു മീൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഡബ് 1-2 കുറച്ച് ഡബ്. അപ്പൊ അങ്ങനത്തെ ബാനറിൽ പടം ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ ബാനറുകളിലേക്ക് ലീഡ് റോൾ ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് മാറുക. ഇപ്പൊ അടുത്ത പടങ്ങൾ എൻ്റെ ഇപ്പോൾ വേറെ ലീഡ് റോൾ ചെയ്യുന്ന ഒരു പടം ചെയ്യുന്നത് ജോർജേട്ടൻ്റെ കമ്പനിയാണ്, നമ്മുടെ മമ്മൂക്കയുടെ ജോർജേട്ടൻ്റെ കമ്പനിയാണ്. അപ്പം അത് മമ്മൂട്ടി കമ്പനി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മേ ബി. അപ്പം അങ്ങനെയൊക്കെയുള്ള ബാനറുകളിൽ നിന്നും ലീഡായിട്ട് ചെയ്യുന്ന സിനിമകളുടെ പരിപാടികൾ വന്നു തുടങ്ങുന്നത്. ഇപ്പൊ എൻ്റെ വേറൊരു പടം ചെയ്യുന്നത് ഹീറോ ആയിട്ടുള്ള പടം ചെയ്യുന്നത് സ്റ്റോൺ ബെഞ്ചർ, കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഞ്ചിൽ ആണ് എൻ്റെ നെക്സ്റ്റ് മലയാളം പടം. അപ്പൊ കുറച്ച് ബാനറുകളൊക്കെ ഞാനിത് പറയാൻ മെയിനായിട്ട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ലെവല് മാറി എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇന്റർവ്യൂ യൂസ് ചെയ്യാനുള്ളത്. മറിച്ച് മലയാളികൾ എന്നെ കൊല്ലാതെ പടം ഹിറ്റായാലും ജീവൻ മരണ പോരാട്ടം പറഞ്ഞിരുന്നല്ലോ എന്റെ എല്ലാം ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇതിലേക്ക്. അതെ അല്ല ആക്ച്വലി അങ്ങനെ കയ്യിലുള്ളതല്ലേ, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുന്ന സമയത്തെ ഒരു മൊമെന്റിൽ ഷർഫുക്കാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുമല്ലോ. നിങ്ങൾ കുറേ വർഷങ്ങളായി പ്രിയിലുണ്ട്, ഞാൻ അവിടെ തന്നെ താമസം എല്ലാം ഇങ്ങനെ പറഞ്ഞു എടാ ഞാനിതങ്ങ് ചെയ്യാം. കാരണം 1-2 ബാനറുകളൊക്കെ വന്നിട്ട് നടന്നില്ല, അവസാനത്തിൽ നടന്നില്ല. ഞാൻ പറഞ്ഞോട് ഞങ്ങൾ ചോദിച്ചു, അല്ല നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ട ബഡ്ജറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എൻ്റെ നിങ്ങളിൽ എത്ര ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ. നമ്മൾ ഉണ്ടോ അത്രയും എൻ്റെ അത്ര ഒന്നുമില്ല, ഞാനങ്ങ് തുടങ്ങാം, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നല്ല ആൾക്കാർ നമ്മളെ ബാക്ക് ചെയ്യും, നീ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ ആ സബ്ജക്റ്റിനെ വിശ്വസിക്കുന്ന ആസ് എ റൈറ്റർ അത് നമുക്കൊരു സന്തോഷമാണ്. അതായത് പൈസ ഇറക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യം ഒരാളുടെ പോക്കറ്റ് ഇരിക്കുന്ന മണിയമ്പ്ര പുരുഷോത്തമൻ പറഞ്ഞ പോലെ കിട്ടുന്നത് പൈസ കൊടുക്കുക. പക്ഷെ അത് പുള്ളി ഇറക്കി ചങ്ക് പറയുമോ അങ്ങനെയാണ്. അപ്പൊ അതായത് 16-ാം തീയതി അടിക്കട്ടെ, ബമ്പർ അടിക്കട്ടെ എന്നുള്ളതാണ് ലാസ്റ്റ് വേർഡ്സ്. തീർച്ചയായും ഒന്നുമില്ല, എല്ലാ തമാശകൾക്കും അപ്പുറം ഈ സിനിമ എനിക്ക് എൻ്റെ ലൈഫിലെ വലിയൊരു ഇതാണ്. ആര് പറഞ്ഞ പോലെ നമ്മളൊരു സമയത്ത് റിസ്ക് എടുക്കാതെ ഇരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ഇത് റിസ്ക് ആണ്. ഞാൻ അത് ഒരു കാര്യം ഇടയ്ക്ക് വരും പറയാം. ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുള്ളൊരു സംഭവത്തിൽ പുള്ളി പിടിച്ചു, എടാ ഇത് ബഡ്ജറ്റ് എത്രയാ? പുള്ളി ഇത്രയും ആവും. എടാ അത്രയും ബഡ്ജറ്റ് ചെയ്യോ? പുള്ളി പറഞ്ഞു ഞാൻ പിന്നെ പ്രൊഡ്യൂസർ സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞു ഇതാണോ നീ നിനക്ക് വേണ്ടി ചെയ്യുന്ന പടം? അതെ. അപ്പോ ഷർഫുക്ക പെട്ടെന്ന് പറഞ്ഞു ആണ് ചേട്ടാന്നോ.
അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാ നീ ചെയ്യടാ ബാക്കി നമുക്ക് നോക്കാം. ആ, അതൊരു ബാക്കി ഭയങ്കര മെയിൻ സ്ട്രീം പ്രൊഡ്യൂസർ ആണ് അതെ, പറഞ്ഞത്. അതിൽ ഞാൻ ചാർജ് ആയി ഭയങ്കര ഒരു മെയിൻ പ്രൊഡ്യൂസർ ആക്ച്വലി എന്റെ യങ് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഇൻഡസ്ട്രിയിലുള്ള പലരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ആക്ച്വലി ഇന്നലെ രാത്രി കൂടി എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ച് സംസാരിച്ചു. എന്തോ ഒരു ചെറിയ കൺഫ്യൂഷനുള്ള ആ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ അതാ ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രി ഒരു ഒറ്റയാണ്. ഇൻഡസ്ട്രി അതിൽ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ഇപ്പം ഈ പടം ഈ വട്ട് അല്ലെങ്കിൽ ഈ മാറ്റ് റേസ് എന്ന് പറയുന്ന ഈ സാധനം എല്ലാവർക്കും ഇഷ്ടമാവും. അല്ലെങ്കിൽ ഒരു 7 ദിവസത്തേക്ക് വന്ന വിനായകനൊന്നും 22 ദിവസം കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് പോകുന്നത്. ഇവനെയൊക്കെ കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സീൻ വലുതാക്കി, എന്റെ സീൻ 7 ദിവസം പറഞ്ഞ സാധനം 3 ദിവസം കൊണ്ട് തീർത്തിട്ട് പോണം എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ പക്ഷെ അങ്ങനെയാണ് ഈ സിനിമയുടെ സെറ്റ് നിൽക്കുകയാണ്. കാരണം കോമ്പിനേഷൻസ് ആണ് എല്ലാവരും നിന്ന് തരികയാണ്. അപ്പൊ മനസ്സിലായി അത് ആ സ്നേഹമൊക്കെ ഭയങ്കര അടിപൊളി. അത് ആക്ടർ ഷറഫുദ്ദീനോട് കിട്ടുന്ന സ്നേഹമാണ്. പുള്ളി 10 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത സുഹൃത്തുക്കൾ സ്നേഹമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. കാരണം എല്ലാ പടത്തിലും നമുക്കിത് കിട്ടില്ല, അവിടെ അത് കിട്ടി, അതിൽ ഹാപ്പിയാണ്. ഓക്കെ, എന്തായാലും സന്തോഷം. പടം വിജയമാവട്ടെ. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്തോണ്ടിരുന്നു ബ്രേക്കിംഗ് ന്യൂസ്. തിയേറ്റർ റെസ്പോൺസ് തൊട്ട് നമ്മൾ തകർക്കുകയായിരിക്കും. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.